I invite Mr. Babu Kutti to say a few words. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠനെ CMS കോളേജിലെ നമ്മളുടെ പ്രിൻസിപ്പൽ സാറ്, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളിൽ ഒത്തിരി പേര് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പരിചയമില്ലാത്തത്. ഞാൻ ഈ പഠനത്തിൽ വന്നിട്ട് ഏകദേശം ക്ലോസ് ടു 50 ഇയേഴ്സോളായി. അപ്പോൾ CMS കോളേജിൽ പഠിച്ച കാലം ഇവരൊക്കെ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം CMS കോളേജിലെ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാനവിടെ പഠിച്ചത് ഡിഗ്രിക്ക് മാത്രമേ അവിടെ പഠിച്ചിട്ടുള്ളൂ. ഡിഗ്രിക്ക് പഠിച്ചത് 69 തൊട്ട് 72 വരെയാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്തെ ഒത്തിരി കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഞാനൊരു അല്പം രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. ഈ പുതുപ്പള്ളി ആയതുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയൊക്കെ ആയിട്ട് ചില ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ കാര്യത്തിലൊക്കെ ഒത്തിരി താല്പര്യമായിരുന്നു. ഞാൻ 72 അവിടുത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. 72 CMS കോളേജിൽ ആദ്യം ഡയറക്റ്റ് ഇലക്ഷൻ നടത്തുന്നത്. അതിനു മുമ്പ് ഓരോ ഫസ്റ്റ് ഇയർ സ്പീക്കർ, സെക്കൻഡ് ഇയർ സ്പീക്കർ, തേർഡ് ഇയർ സ്പീക്കർ, അങ്ങനെയായിരുന്നു അതിന് മുമ്പ് അവിടെ സ്റ്റുഡൻസ് യൂണിയൻ ഓർഗനൈസ് ചെയ്തത്. എന്നാൽ 72 ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്നു. ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് വന്നു. എൻ്റെ എതിർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്, വളരെ പ്രഗത്ഭനായ ആളാണ്. ഇന്നത്തെ വർത്തമാന സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലീത്ത ജോസഫ് മാർ ബർന്നബാസ് ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം മെത്രാപ്പോലീത്തയും അച്ഛനൊന്നും അല്ലായിരുന്നു, ജോസൂട്ടിയായിരുന്നു. എൻ്റെ ബാല്യകാല സുഹൃത്താണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ മത്സരിക്കുന്നത്. ഞങ്ങളായിരുന്നു വളരെ വാശിയേറിയ മത്സരമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ജയിച്ചു. അതിൻ്റെ അകത്ത് തന്നെ പല ഇന്നോവേഷൻസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ അന്ന് ആ കാലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയും. പപ്പടത്തെ പേരടിച്ച് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പരിപാടികൾ ഞങ്ങളവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു വളരെ രസകരമായ സമയങ്ങളായിരുന്നു. ഞാനത് കഴിഞ്ഞ് പലയിടത്തും പോയി പഠിച്ചിട്ടുണ്ട്, ഓണേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇവിടെ വന്ന് കോളേജ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെയൊന്നും പഠിച്ചിടത്ത് ഈ CMS കോളേജിൻ്റെ ആ രസം കിട്ടിയിട്ടില്ല. അവിടെ ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ സാറിനെ പറ്റി നമ്മുടെ ഉമ്മൻ സാർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ലക്കിയാണ്, അവിടെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാനത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ലക്കി അദ്ദേഹം അവിടെ BCom പഠിച്ചു എന്നുള്ളതാണ്. ആ BCom പഠിക്കുന്നവർക്ക് ഒന്നാമത്തെ കാര്യം അവർക്ക് ജീവിക്കാൻ പഠിക്കുക. കാരണം പല രീതിയിലുള്ള എക്സ്പീരിയൻസ് കൂടി ആ BCom ഇവരൊക്കെ പഠിക്കുമ്പോൾ അന്നുണ്ടോ എന്ന് പറയുന്നത്. ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു BCom ട്രീ ഉണ്ടായിരുന്നു. BCom ട്രീയുടെ അവിടെയാണ് എല്ലാവരും കൂടെ കൂടുന്നത്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ആ ഫ്രണ്ട് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൻ്റെ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ കൂടിയാണ് മറ്റുള്ള പഠിക്കുന്ന പിള്ളേരെ എല്ലാം പറഞ്ഞു വിടുന്ന ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ കോളേജ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ലൈഫില്ല. അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് വളരെ ലൈഫുണ്ട്. പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിക്കാനായിട്ട് സാധിച്ചു. നമ്മൾ ഇന്നിപ്പോൾ നിങ്ങൾ നോക്കുന്ന ഒത്തിരി വലിയ നേതാക്കന്മാരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടുണ്ട്, രാധാകൃഷ്ണനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഞങ്ങളുടെ സമകാലികരാണ്. ഉമ്മൻചാണ്ടി എന്നൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ അവിടെ വെച്ച് പഠിച്ച ഒരു വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി പേരുടെ ജീവിതം കളയണം. എങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു നേതാവ് ഉണ്ടായി വരത്തുള്ളൂ. അപ്പോൾ ആ പാഠമൊക്കെ അവിടെ വെച്ച് എനിക്ക് കിട്ടിയതാണ്. അപ്പം നമ്മുടെ കാര്യം നോക്കിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലാണ്. എനിക്ക് പല ഉദാഹരണങ്ങൾ അവിടെ വെച്ച് പറയാനായിട്ട് സാധിക്കില്ല, അതിലൊന്നും ഞാൻ കടക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തെ തന്നെ മോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം CMS ഉണ്ടായി. നമുക്ക് ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കും. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്കതിൽ നിന്ന് അവിടെ നിന്ന് ജീവിതത്തിൽ കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഇവിടെ വന്ന് മിസ്റ്റർ ഉമ്മൻ സാറിനോട് ഈ കാര്യം പറഞ്ഞ് എവിടെ വന്നാലും CMS കോളേജിനെ പറ്റി നമുക്കൊരു പാഷനാണ്. അവിടത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇവിടെ പോയാൽ അവിടെ ഒരു കരിങ്കല്ല് മതിലാണ് നമ്മുടെ ബിഷപ്പ് പാലസിൻ്റെ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏകദേശം 300 രൂപ എൻ്റെ കാശ്.
ഞങ്ങളുടെ കാലത്താണ് അവിടെ ഒരു വെട്ടുകല്ല് കൊണ്ടുള്ള ഒരു മതിലായിരുന്നു. ആ മതില് ഇടിച്ചത് ഞങ്ങളുടെ ബികോക്കാരെല്ലാവരും കൂടെ ഇടിച്ചത്. അപ്പോൾ ഞങ്ങൾ ഈ കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് പോകുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലറിയാത്ത കിട്ടുന്ന കാശ്. അന്നത്തെ കാലത്ത് അത് വലിയൊരു കാര്യമാണ്. പരീക്ഷ കഴിഞ്ഞ് പാസ്സായി ഞാൻ മദ്രാസിന് പോകാനായിട്ടൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ജോർജ് തോമസ് സാറാണ്. ജോർജ് തോമസ് സാറിന് അദ്ദേഹം വളരെ ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നെ പല പ്രാവശ്യവും അദ്ദേഹം ഉപദേശിച്ചിട്ടുണ്ട്. താനിങ്ങനെ രാഷ്ട്രീയം കളിക്കുന്നത് പഠിച്ച് നിലയാണ്. ഇനി ഇത് കഴിഞ്ഞ് ഞാൻ ഈ കോഷൻ ഡെപ്പോസിറ്റ് അവിടെ ചെന്നപ്പോൾ അത് തരികയായിരുന്നു. ഞാൻ ചോദിച്ചാൽ എന്റെ കാശ് തരത്തില്ലത്. അപ്പം പറഞ്ഞു നിങ്ങൾ ബികോക്കാരെല്ലാവരും കൂടി അതിലിടിച്ച് അത് പെട്രോൾ നോക്കും. അതിന് ഞങ്ങളുടെ 300 രൂപ ഇപ്പോഴും 300 250 ഏതോ അങ്ങനെ ഒരു തുക ഇപ്പോഴും അടക്കം. അപ്പൊ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ CMS കോളേജിനെ പറ്റി പറയാനുണ്ട്. ബേസിക്കലി നമ്മളെയൊക്കെ ജീവിക്കാൻ പഠിപ്പിച്ചു, നമുക്ക് അറിവ് പറഞ്ഞു തന്നു. ഇന്നും കേരളത്തിലെ തലയുയർത്തി നിൽക്കുന്ന ഒരു കലാലയമായിട്ട് അത് നിൽക്കുന്നത് കേൾക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എന്നെ പോലെ ആയിരിക്കണമെന്നില്ല, നിങ്ങൾ രാഷ്ട്രീയമൊന്നും ഉള്ള ആൾക്കാരായിരിക്കണമെന്നില്ല. പക്ഷേ ഓരോരുത്തരും അവരവരുടേതായ രീതി. അച്ഛൻ പറഞ്ഞ അച്ഛൻ ലവേഴ്സ് പാർക്കിന്റെ പോയപ്പോഴത്തെ അച്ഛൻ്റെ പ്രയാസം, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട് അവിടെ CMS കോളേജിൽ. അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കുന്നതായ കാര്യങ്ങളുണ്ട്. എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ സമയത്ത് യൂണിവേഴ്സിറ്റി യൂണിയന്റെ എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആയിരുന്നു. ഞാൻ രാധാകൃഷ്ണനൊക്കെ ആയിരുന്നു ഓട്ടം തന്നിട്ടുണ്ടായിരുന്നു. എനിവേ അങ്ങനെ പഠിച്ചു. നമുക്കവിടെ പഠിച്ച് നല്ല രീതിയിൽ ഒക്കെ പഠിത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചു. നല്ല രീതിയിൽ അവിടെ ഇവിടെ വരാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവിടെയും പഠിക്കാനായിട്ട് സാധിച്ചു. നമ്മൾ ഇത് രണ്ടിൻ്റെയും കമ്പാരിസൺ നമുക്ക് നോക്കാനായിട്ട് സാധിച്ചു. ജീവിക്കാൻ CMS കോളേജ് നമ്മളെ പഠിപ്പിച്ചു. എല്ലാം അവിടെ നിന്ന് നമുക്ക് കിട്ടിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ രീതിയിലുള്ള അനുഭവം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കേൾക്കാനായിട്ട് ഞാനും ഇരിക്കുകയാണ്. താങ്ക് യു.